മക്കളെ കൂട്ടാതെ ചെറിയൊരു യാത്ര. ഇത് ഞങ്ങൾ ഇടയ്ക്ക് പോവാറുള്ളതാട്ടോ. മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇക്കാക്ക് ഒഴിവാണെങ്കിൽ ചില ദിവസങ്ങളിൽ ഞങ്ങളൊന്ന് പുറത്ത് പോകാറുണ്ട്. ഇന്നും അങ്ങനെ ഒരു യാത്രയിലാണ്. മക്കൾ പോയതിന് ശേഷം മിക്ക എന്നോട് പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പിന്നെ പോകുന്ന സ്ഥലമൊക്കെ വഴി വെച്ചിട്ടാട്ടോ തീരുമാനിക്കുക. യാതൊരു പ്ലാനിങ്ങും പോകുന്ന ടൈമിൽ ഇപ്പോൾ പോയത് ബേപ്പൂർ ബീച്ചിലോട്ടാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ പോയത്. പിന്നെ അവിടെ പോയിട്ട് അവിടെ കുറേ നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. വല്ലാതെ ആളുകളൊന്നും ഉണ്ടായില്ല. ഈവനിങ് ടൈം ആകുമ്പോഴാണല്ലോ ആളുകളൊക്കെ ഉണ്ടാവുക. എന്നാലും കുറച്ചൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഈ ബേപ്പൂർ ബീച്ച്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ മക്കൾ സ്കൂളിട്ട് വരുമ്പോഴേക്കും വീട്ടിലെത്തും വേണം. അപ്പോൾ അത് കരുതിയിട്ട് പിന്നെ പെട്ടെന്ന് പോരാട്ടെ. ഇനി അവരെത്തിയെന്ന് കരുതിയിട്ട് അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അവരോട് പറയും ചെയ്യും ഞങ്ങൾ പോയ കാര്യങ്ങളൊക്കെ. അതവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം പിന്നെ അവരെയും കൊണ്ട് പിന്നെ ഒരു ദിവസം പോകും. അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. സാധാരണ ഞാൻ ബീച്ചിലോട്ട് പോയാലും ഞാൻ ഈ തിരമാലിൻ്റെ അടുത്തോട്ടൊന്നും പോവില്ല കേട്ടോ. മക്കളെയും പോകാൻ ഞാൻ അയക്കാറില്ല. പക്ഷെ അവർക്ക് പോകണം കേട്ടോ. അപ്പോൾ അവർ അങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടായിരിക്കും കേട്ടോ ബാക്കിൽ നിന്ന്. എനിക്ക് എന്തോ ഇപ്പോൾ ഭയങ്കര പേടിയുള്ള കാര്യം കേട്ടോ. ആദ്യമൊക്കെ ഞാൻ നല്ലവണ്ണം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ അങ്ങനെ ചില അപകടങ്ങളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ പേടിയായത് കേട്ടോ. പക്ഷെ ഇന്ന് ഞാനൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങിയത് ഓർക്കാതെ നനയുകയും ചെയ്തു കേട്ടോ. പിന്നെ നനഞ്ഞപ്പോൾ ഏതായാലും നനഞ്ഞതല്ലേ എഴുതിയിട്ട് പിന്നെ ഒരുപാട് പ്രാവശ്യം നനഞ്ഞു കേട്ടോ. പിന്നെ ഇന്ന് വലിയ പ്രശ്നമൊന്നും പേടിയൊന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം നാളൊന്നും അങ്ങനെ ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഈ വലിയ സൗണ്ടും ഇതൊന്നും അങ്ങനെയൊന്നും കേൾക്കാത്തതുകൊണ്ടായിരിക്കും ഒന്നും എനിക്ക് വലിയ പേടിയൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഉപ്പിലിട്ടതും ഒക്കെ വാങ്ങി കഴിച്ചിട്ട് പിന്നെ അവിടെ കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് പിന്നെ അങ്ങനെ പോരാട്ടാ ചെയ്തത്. പിന്നെ പോരുന്ന വഴിക്ക് പിന്നെ വെയിലും കാര്യമൊക്കെ ആയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് വാങ്ങി കുടിക്കുന്നുണ്ടായിരുന്നു.